ഇതുമായി ബന്ധപ്പെട്ടതിനുള്ള ഒരു റിപ്പോർട്ടിലേക്ക് കൂടിയാണ്. അമ്മ സംഘടനയിലെ പ്രശ്നങ്ങളിൽ പൊട്ടിത്തെറിച്ച നടൻ കൃഷ്ണ സംഘടനയിൽ സുതാര്യതയില്ലെന്നും കാര്യമായി എന്തോ സംഭവിക്കുന്നുണ്ടെന്നും കൃഷ്ണ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അമ്മയിൽ എന്താണ് നടക്കുന്നതെന്ന് ആരും അറിയുന്നില്ല. അൻസിബയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്നും കൃഷ്ണ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. താരസംഘടനയായ അമ്മയിൽ വലിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം നടൻ കൃഷ്ണ, അദ്ദേഹം അമ്മയിലെ അംഗം കൂടിയാണ്. കൃഷ്ണ, ഈ അമ്മയിൽ രണ്ട് വിഭാഗമായ ആളുകൾ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്താൻ തുടങ്ങിയിരിക്കുന്നു. മതതീവ്രവാദം ആരോപിക്കുന്നു, മറ്റൊരിടത്ത് സാമ്പത്തിക തട്ടിപ്പ് ആരോപിക്കുന്നു. എന്താണ് ഈ അമ്മയിലെ അംഗം എന്നുള്ള നിലയിൽ അങ്ങേക്കൊക്കെ ഇത് തോന്നുന്നു? പ്രത്യേകിച്ച് നിങ്ങളൊക്കെ വളരെ വർഷങ്ങളായി സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതെ സൈൻ, ഇത് കേൾക്കുമ്പോൾ തന്നെ വളരെ വിഷമമുള്ള കാര്യങ്ങളാണ്. കാരണം ഞാൻ അൻസിബയുടെ ഇൻ്റർവ്യൂ കേട്ടിട്ട് അൻസിബയെ വിളിച്ചപ്പോൾ അൻസിബ ഓരോ കാര്യങ്ങളും നമ്മളെ അറിയിക്കുന്നതും ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളാണ്. ഇത്രയും വലിയൊരു സംഘടനയിൽ ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. എൻ്റെ ഒരു മനസ്സിൽ ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ അകത്ത് ഒരു ട്രാൻസ്പെറൻസിയും ഇല്ല ഇപ്പോഴത്തെ ഒരു ഗ്രൂപ്പിന്. കാരണം ഞാൻ ഇന്നലെ തന്നെ അവിടെ ഐ ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു. ആ ഐ ക്യാമ്പിൽ പോയി അവിടെ പങ്കെടുക്കുമ്പോൾ തന്നെ അവിടെ കംപ്ലീറ്റ് വാക്യൂമാണ്. ശരിക്കും പറഞ്ഞാൽ ആരുടെ ചോദിക്കുമ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? കാരണം നമ്മൾ വെളിയിലിറങ്ങിയാൽ തന്നെയും ആൾക്കാർ നമ്മുടെ ചോദിക്കുന്നത്, അയ്യോ നിങ്ങളുടെ അമ്മയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളാണ്. ഇപ്പം അൻസിബ പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ തന്നെ അതിലെന്തൊക്കെയോ അവിടെ കടന്ന് ചീഞ്ഞ് നാറുന്നുണ്ട്. അങ്ങനെ ചീഞ്ഞ് നാറുന്നുണ്ടെങ്കിൽ തന്നെയും ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിക്കണമെന്ന് അതിൻ്റെ ട്രൂത്ത് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഭാരവാഹികൾ, ഞങ്ങളെപ്പോലെ മാത്രമല്ല, അവിടെ എത്രയോ പേർക്ക് കൈനീട്ടം കിട്ടുന്നുണ്ട്, എത്രയോ പേരുടെ ജീവിതം അതിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും സിനിമകളൊന്നുമില്ല. അവിടെ എല്ലാവരും നിൽക്കുന്നവരും അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയല്ല, കുറച്ച് വെൽഫെയറും ഉണ്ട്. ആ വെൽഫെയർ മറികടന്ന് വേറെ രീതി പോയി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയുള്ള പരിപാടിയല്ല. ഒപ്പം തന്നെ ഈ സ്ത്രീകളാണ് പരാതികൾ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ ഒരു സുരക്ഷ ഇല്ല അമ്മയിൽ എന്നുള്ള ഒരു ആരോപണമൊക്കെ പല ഘട്ടങ്ങളായി നിൽക്കുന്നുണ്ട്. വീണ്ടും സ്ത്രീകൾ തന്നെയാണ് പരാതി. ഇപ്പം നീനാക്കുറുപ്പ് പരാതി പറയുന്നു, അൻസിബ പറയുന്നു, മറ്റൊരു ഭാഗത്ത് ലക്ഷ്മി പ്രിയ പറയുന്നു, പ്രിയങ്ക പറയുന്നു. ഇതിനിടയിൽ ടിനി ടോം, ഇവരെല്ലാവരും അടുത്തറിയുന്ന ആളുകൂടിയാണ് കൃഷ്ണ. ഇവരെല്ലാവരും എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. സ്ത്രീകളുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ തമ്മിൽ തന്നെ തീർത്തേ പറ്റൂ. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഒരു സംഘടന, ഇങ്ങനത്തെ ഒരു സംഘടന, ഞാനും ഒരുപാട് സംഘടനയിൽ നിന്ന ആളാണ്, നമ്മളും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണ്. പക്ഷേ ഈ നമ്മളുടെ പ്രശ്നം നമ്മൾ തന്നെ പരിഗണിക്കണം. ഇത് വെളിയിലെത്തുമ്പോഴാണ് അതിന് ശരിക്കും ഒരു ചന്ത ലെവലിലാവുന്നത്. എത്രയും പെട്ടെന്ന് ഈ സ്ത്രീകളുടെ പ്രശ്നം അവർ തമ്മിൽ ഇരുന്ന് അതിനും കുറച്ച് സീനിയേഴ്സ് ഇരുന്നാൽ നന്നായിരിക്കും. ഒരു കുഞ്ഞുങ്ങൾ സംസാരിക്കുന്ന പോലെയും ഒരു വളരെ സില്ലി മാറ്റേഴ്സ്, ട്രിവിയൽ മാറ്റേഴ്സിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടേക്കും അവിടെ പറയുന്നു ഇവിടെ പറയുന്നു. പക്ഷേ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അതിനോടൊരു അർത്ഥത്തിൽ നമ്മൾ എത്തണം, എന്നല്ലേ കാര്യമുള്ളൂ. അപ്പം ഈ സെക്രട്ടറിയും പ്രസിഡന്റും സ്ത്രീകൾ രണ്ടുപേര് വരുമ്പോൾ വലിയ പ്രതീക്ഷയൊക്കെ ആയിരുന്നു. അതെ, ഇപ്പോൾ ശ്വേതാ മേനോൻ വന്നാലും കുക്കു വന്നാലും അൻസിബ വന്നാലും നമുക്ക് എന്തോ ഒരു മാറ്റം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടാണ് നമ്മൾ ഇവർക്കൊക്കെ വോട്ട് ചെയ്ത്. കാരണം ഇപ്പോൾ എന്തൊക്കെയായാലും അവർ കൂടുതലും വെൽഫെയറിനോട് എന്ന് പറഞ്ഞാൽ ആൾക്കാരോട് ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മരുന്നുകൾ വാങ്ങിച്ചു കൊടുക്കുക. ഇപ്പോൾ അൻസിബ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ ആസ് മെമ്പേഴ്സ് അറിഞ്ഞിട്ട് പോലുമില്ല. ഇതിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ മറികടന്ന് വേറൊരു രീതിയിലോട്ട് പോകുമ്പോൾ അത് ശരിയുള്ള നടപടിയല്ല സായി. തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തോ അമ്മയിൽ സംഭവിക്കുന്നുണ്ട്, അത് അംഗങ്ങൾക്ക് വലിയ ദുഃഖമുണ്ടാക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കണം, അത് അല്ലെങ്കിൽ ജനറൽ ബോഡി വരുമ്പോൾ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം.